ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പായസം ഉണ്ടാക്കാം. ക്രിസ്മസ് അല്ലേ. സേമിയ പായസം എൻ്റെ ചാനലിൽ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. ഉരുളി വെച്ച് കൊടുക്കാം. നമ്മൾ ഉരുളി വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ സേമിയ ഒന്ന് നമുക്ക് വറുത്തെടുക്കുക. അതൊരു 50 ഗ്രാം സേമിയ ഉണ്ടാവും. ഞാൻ ഇപ്പം നെയ്യൊന്നും ഒഴിക്കണില്ല, വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗ കത്തിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം വെക്കാം. ഇതിനൊരു പാത്രം ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ വറുത്തെടുത്തു. നമുക്കിതിലേക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചത് കല്ലച്ച് പോവുക, അതാണ് ചൂടുവെള്ളം ഒഴിച്ചത്. നമുക്കത് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ. അതുണ്ടാവും ഇപ്പോൾ ചൂടുകൊണ്ട് അത് ഇത് ഒന്നും ആവില്ല, എന്നാലും ഇങ്ങനെ തിളച്ച് പൊങ്ങി വരും. ഈ സേമിയ അതിൽ കിടന്നിട്ട് വേവട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് ഏകദേശം വെന്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ 1/2 ലിറ്റർ പാലാണ് ഇതിലൊഴിച്ചത്. ഇതിനൊരു പാക്കറ്റ് പാല് നമ്മൾ ഇതിലൊഴിച്ചു. 1/2 ലിറ്റർ പാല്. ക്യാമറ ഓഫായി പോയി. നമ്മുടെ സേമിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ക്യാമറ എന്താ ഓഫായി പോയത്. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലൊഴിച്ചു. നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു 50 ഗ്രാം സേമിയാണ് എടുത്തത്. അതിനൊരു 1/2 ലിറ്റർ പാലൊഴിച്ചു. പാലൊഴിക്കണത് ക്യാമറ ഓഫായിട്ടായിരുന്നിരുന്നത്. പെട്ടെന്ന് ചിലപ്പോൾ ഓഫാവുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പാട കെട്ടാതിരിക്കാനാണ് ഇളക്കണം എന്ന് പറയണത്. നമ്മുടെ പായസം ഇവിടെ തള വന്നിട്ടുണ്ട്. പാലൊഴിച്ചിട്ട് നമ്മൾ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ചത്. അത് ചിലപ്പോൾ വീഡിയോയിൽ വന്നിട്ടുണ്ടാവില്ല. ഒരു പാക്കറ്റ് പാല്, ഇത്രയും സേമിയത്തിന് ഒരു പാക്കറ്റ് പാല്. 50 ഗ്രാം സേമിയ, ഒരു 1.25 ലിറ്റർ വെള്ളം, പിന്നെ 1/2 ലിറ്റർ പാല്, ഒരു പാക്കറ്റ് പാല്. ഇത്രയും ചേർത്ത് പായസമാണ് ഇപ്പം ഇത്. നമുക്ക് ഇതിൽ വേറെ ചേർക്കാനുണ്ട് കേട്ടോ സാധനങ്ങൾ. ഇത്രയും സമയത്ത് ഇത്രയും ചേർത്തു. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കുക. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കുക. ഒരു 100 ഗ്രാം പഞ്ചസാര ഉണ്ടാവും. ഒരു 75 ഗ്രാമാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. 3/4 ഗ്ലാസ്സാണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് ചേർക്കാം.
ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഈ പഞ്ചസാരയൊക്കെ സേമിയയിലാവാൻ വേണ്ടിയിട്ടൊന്ന് കുക്ക് ചെയ്യാം. 3-4 മിനിറ്റ് മതി. 5 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, 3-4 മിനിറ്റ് മതി. 1 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. കറക്റ്റായിട്ട് ടൈമൊന്നും വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. പറയുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ പറയാൻ മാത്രം. പക്ഷെ ചില കാര്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. പായസത്തിനൊന്നും അത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് പഞ്ചസാര കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം, മധുരം കുറവാണ്. പായസമാകുമ്പോൾ മധുരം വേണമല്ലോ. മധുരം അധികം വേണ്ടാത്തവർക്ക് ഈ 75 ഗ്രാം തന്നെ ഇട്ടാൽ മതി ഇട്ട. ഇപ്പോഴും പഞ്ചസാര അല്ല, മധുരമില്ല. നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇടാം. ഇപ്പൊ 100 ഗ്രാം പഞ്ചസാര ഇട്ടുണ്ട് നമ്മൾ. 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. 2 മിനിറ്റും കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര ഇട്ടുമല്ലോ, അപ്പം അതൊന്ന് സെറ്റാവാൻ വേണ്ടി 2 മിനിറ്റ് കൂടി ഇളക്കാം. ഇതൊന്ന് ഇരുന്നിട്ട് കുറുകി വരും കേട്ടോ. അപ്പം അതേമാതിരി വേണം നമ്മൾ എടുക്കാനായിട്ട് പായസം നന്നായി തണുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഇരിക്കണേന്ന് പറയാൻ പറ്റുള്ളൂ. പായസം ഇങ്ങനെ ഒരു ലൂസിലെടുത്താൽ പിന്നെ വലിയ കട്ടയാവില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കണ നേരത്ത് ചിലപ്പോൾ തീരെ വെള്ളം ഉണ്ടാവില്ല, സേമിയ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പായസം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1-2 കൂട്ടും കൂടിയും ചേർക്കാനുണ്ട്. മിൽക്ക് മേഡാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഈ കണ്ടീഷനിലും നല്ല പായസമാണത് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മിൽക്ക് മേഡ് ചേർക്കുന്നുണ്ട്. ഞാനിത് ചേർത്തത് മിൽക്ക് മേഡ് കുറേ നാളായി ഇവിടെ ഇരിക്കണം, അതിൻ്റെ ഡേറ്റ് കഴിയാറായി. അപ്പോൾ വെറുതെ ഇതാക്കണ്ടല്ലോ വെച്ചിട്ട് ഇതിൽ ഒഴിച്ചതാ. മിൽക്ക് മേഡ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ച ഇതിൽ തന്നെ പായസം എടുക്കുക. നല്ല പായസമാണ്. നമ്മൾ ആദ്യം കാണിച്ച കണ്ടീഷനിൽ തന്നെ നല്ല പായസമാണ്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ജനിച്ച ദിവസമാണെന്ന്. നമ്മൾ ഹിന്ദുക്കൾ നാളാണല്ലോ നോക്കുക, പക്ഷെ അവൻ ക്രിസ്മസ് 25-ാം തീയതി വെളുപ്പിന് 1:15 ജനിച്ചത്. അപ്പൊ അവനെന്നും ബർത്ത്ഡേ ആഘോഷിക്കണത് 25-ാം തീയതി. അപ്പൊ അതും കൂടിയാണ് ഞാൻ ഈ പായസം വെക്കാനുള്ള കാരണം. ക്രിസ്മസുമായി പിറന്നാളുമായി. ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കാം. അപ്പൊ നമുക്കിത് ഓഫാക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കണമെന്ന്. ഒന്നും കൂടി കുറുകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുക. പിന്നെ പായസം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ അടിയിട്ടിട്ട് പോവരുത്. കുറച്ച് നേരം നമ്മളിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്. കാര്യം എന്താ, അല്ലെങ്കിൽ പാട കിട്ടും. അല്ലെങ്കിൽ ഈ സേമിയ പായസമൊക്കെ ആകുമ്പോൾ പാട കിട്ടും, പാല്. അപ്പോൾ അതൊരു കാണാൻ ഭംഗി ഉണ്ടാവില്ല പാട കിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് ചൂട് മാറണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നെയ്യിൽ വറുത്തതാണ്. ഞാനിപ്പോൾ ഇതിൽ നെയ്യേ ചേർത്തിയിട്ടില്ല കേട്ടോ. ഇത് വറുത്തത് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം
ഇടയ്ക്ക് ഒന്ന് ഇളക്കണം. അപ്പൊ നമ്മൾ പായസം വെച്ചിട്ട് പുറത്തേക്ക് പോവരുത്. അവർക്കും അറിയുന്നതൊക്കെ ആയിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയും കേട്ടോ. അപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.